പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അന്തിമ കുറ്റപത്രം CBI ഈ ആഴ്ച സമർപ്പിക്കും. കേസിൽ 2 ആഴ്ച മുമ്പ് എറണാകുളം CJM കോടതിയിൽ പ്രാഥമിക കുറ്റപത്രം സമർപ്പിച്ച CBI അതിവേഗമാണ് അന്തിമ കുറ്റപത്രവും സമർപ്പിക്കുന്നത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷ്, ഗുഡ് മോർണിംഗ്. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ അതിവേഗമാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. CJM കോടതിയിൽ പ്രാഥമിക കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ അതിവേഗത്തിൽ CBI അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഒരു നീതി, ഒരു കൃത്യമായ ഇടപെടൽ വളരെ വേഗം ഉണ്ടാകുമെന്ന് തന്നെയാണ് കുടുംബത്തിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും പ്രതീക്ഷയും, അല്ലേ? KP സുരേഷ്, അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം, ഇത് CBI അന്വേഷണത്തിന് വിടുന്നതിൻ്റെ നടപടികൾ പോലും വൈകിപ്പിക്കുന്ന ഒരു സമീപനം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. എന്നാൽ അത്തരം വീഴ്ചകളൊന്നുമില്ലാതെ കൃത്യമായ അതിവേഗത്തിൽ തന്നെയാണ് CBIയുടെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് പ്രാഥമിക കുറ്റപത്രം നേരത്തെ തന്നെ സമർപ്പിച്ചത്. ഇനി ഈ ആഴ്ച തന്നെ അന്തിമ കുറ്റപത്രവും സമർപ്പിക്കുകയാണ്. നിലവിൽ 19 പ്രതികളാണുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനമായും സിദ്ധാർത്ഥിൻ്റെ മരണം കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന കണ്ടെത്തൽ, അതോടൊപ്പം തന്നെ ആത്മഹത്യയാണെങ്കിൽ അതിനുണ്ടായ പ്രേരണകൾ, അതോടൊപ്പം തന്നെ അതിലേക്ക് നയിച്ച അക്രമങ്ങളും അതോടൊപ്പം തന്നെയുള്ള മറ്റ് മാനസിക പീഡനങ്ങളും എല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ടുള്ള ഒരു അന്തിമ കുറ്റപത്രമായിരിക്കും വരിക. ഫോറൻസിക് പരിശോധന ഫലങ്ങളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അതായിരിക്കും അന്തിമ കുറ്റപത്രം. അതിൽ ഡിജിറ്റൽ തെളിവുകൾ നിരവധിയുണ്ട്. ഇത്തരത്തിൽ സിദ്ധാർത്ഥിനെ അതിക്രൂരമായി മർദ്ദിച്ചു എന്ന് ബോധ്യപ്പെടുത്തുന്നതിലെ ക്രൂരമായി ആക്രമിച്ചതിൻ്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കുറ്റപത്രമായിരിക്കും. പ്രാഥമിക കുറ്റപത്രം അതിവേഗത്തിൽ തന്നെ സമർപ്പിച്ചത് പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ ഒരു കോടതി അനുകൂല തീരുമാനം എടുക്കുന്നത് ഒഴിവാക്കാൻ കൂടിയാണെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാളെ ഇതിലെ 8 പ്രതികളുടെ ജാമ്യാപേക്ഷയും ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ സിദ്ധാർത്ഥിൻ്റെ കുടുംബത്തിന്, സിദ്ധാർത്ഥിൻ്റെ ആത്മാവിനും എല്ലാം നീതി ലഭിക്കത്തക്ക രീതിയിൽ വളരെ നിഷ്പക്ഷമായും സത്യസന്ധവുമായ അതിവേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കാനുള്ള ഒരു തയ്യാറെടുപ്പിൽ, അല്ലെങ്കിൽ അതിൻ്റേതായ പ്രവർത്തനങ്ങളിലാണ് CBI. അതിൻ്റെ ഫലമായി തന്നെ ഡൽഹിയിൽ നിന്ന് എത്തിയ CBI സംഘവും അതിൽ മലയാളികളായ 2 or 3 ഉദ്യോഗസ്ഥർ മാത്രമാണുള്ളത്. അത്തരത്തിലുള്ള ഒരു വിദഗ്ധ സംഘം തന്നെയാണ് അന്വേഷിക്കുന്നത്. ആ അന്വേഷണം അന്തിമഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അടുത്ത ആഴ്ച തന്നെ ഇതിൻ്റെ കുറ്റപത്രം സമർപ്പിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി എന്നതാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത്. KP സുരേഷ്.